അടിച്ചവര് അല്ല ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അവന് കിട്ടി അവൻ മറ്റേത് ചെയ്യും മറിച്ച് ചെയ്യും പിരിവുകാരുടെ ശല്യം. അതുകൊണ്ടാണ് ആൾക്കാർ പേടിച്ചിട്ട് പറയാത്തവർ. ആരുടെയും കുറ്റമല്ലത്, അതാരും പറയാത്ത കാര്യം. ഇപ്പം എന്നോടും പറയാൻ പോണില്ല. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 25 കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കിടത്തി ഉറക്കും, അവൻ ആരും കിടത്തി ഉറക്കും. അപ്പം അതാരുടെയും കുറ്റമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. എടുക്കാത്ത ഒരാൾ കൂടിയാണ്, ടിക്കറ്റ് എടുക്കാത്ത ഒരാളാണ്. ഞാൻ എടുത്തിട്ടുണ്ട് ഇതുവരെ ടിക്കറ്റ്. ഞാൻ ബമ്പർ പോലും എടുത്തിട്ടില്ല. കയ്യിൽ ഇത്രയും കോടികൾ വന്ന് മറിഞ്ഞിട്ട് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഈ ബമ്പർ ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോലും എടുക്കാൻ സാധിച്ചില്ല. കാരണം ഇവിടെ തന്നെയാണോ വിറ്റിട്ടുണ്ടായിരുന്നത് ടിക്കറ്റ്? ഇവിടെ തന്നെ ആയിരിക്കും, ഇവിടെ തന്നെയാണ് വിറ്റേക്കണത്. നെട്ടൂരുകാരായിരിക്കും, ബമ്പർ ആയതുകൊണ്ട് നെട്ടൂരുകാരായിരിക്കും എടുത്തേക്കണത്. നെട്ടൂരുകാർക്ക് കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. അവർക്ക് കിട്ടണം, കാരണം ഞാൻ അവരെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ട്. സന്തോഷം. എടുക്കണ ആൾക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞു വേണപ്പോൾ എനിക്ക് വിൽക്കണ ആൾക്ക് 2.5 കോടി കിട്ടുമെന്നും പറഞ്ഞ് അതിൽ കൂടെ വന്നുള്ള അറിവല്ലാണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയൊന്നുമില്ല. ആദ്യത്തെ ലോട്ടറി അടിച്ചപ്പോൾ എനിക്ക് 11,78,000 രൂപ എനിക്ക് കിട്ടി. ലത്തീഷാണോ നമ്മുടെ കൂടെ ഉള്ളത്? ചേട്ടന് വിറ്റൊരു ടിക്കറ്റിന് ഇപ്പോൾ ഓണം ബമ്പർ 1ാം സമ്മാനം അടിച്ചിട്ടുണ്ട്. ആളാരാണെന്ന് കണ്ടോ? ഒരു പിടിപാടുമില്ല. ഞാൻ വിറ്റ ടിക്കറ്റാണ് 1,200 ടിക്കറ്റോളം ഞാനിവിടെ വിറ്റതാണ്. ആ വിറ്റ ടിക്കറ്റിലാണ് അടിച്ചേക്കണം. അത് ആർക്കടിച്ചെന്നുള്ളത് നമുക്കറിയില്ല. ഇത്രയും ആളുകളൊക്കെ കൂടി നിന്ന സമയമാണ്. അപ്പൊ ഈ ചേട്ടൻ ഇവിടെ തന്നെയാണോ വിറ്റിട്ടുണ്ടായിരുന്നത് ടിക്കറ്റ്? ഇവിടെ തന്നെ ആയിരിക്കും, ഇവിടെ തന്നെയാണ് വിറ്റേക്കണത്. നെട്ടൂരുകാരായിരിക്കും, ബമ്പറായതുകൊണ്ട് നെട്ടൂരുകാരായിരിക്കും എടുത്തേക്കണത്. നെട്ടൂരായിരിക്കും അല്ല, ഇവിടെ ഇങ്ങനെ പുറത്തുനിന്നുള്ള ആരെങ്കിലും ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ടോ? പണിക്ക് ഒരുപാട് പേര് വന്നു പോണ സ്ഥലമാണ് നെട്ടൂര്. അവരാരെങ്കിലും എടുത്തിട്ടുണ്ടേ നെട്ടൂരുകാർക്ക് കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. അവർക്ക് കിട്ടണം, കാരണം ഞാൻ അവരെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ട്. സന്തോഷത്തിനാണ് അവർക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം. അവർക്ക് കിട്ടട്ടെ. ഒരുപാട് ആളുകൾ ഇപ്പൊ ഇവിടെ വരുന്നുണ്ട്. അവരിൽ ആരെങ്കിലും പറഞ്ഞു അവർക്ക് അടിച്ചെന്നെങ്ങനെ? ആരും പറഞ്ഞിട്ടില്ല. അതിന് ചേട്ടനൊരു ഓർമ്മയുണ്ടോ വാങ്ങിച്ച ആളെ? നമ്മൾ ഈ 1,200 ടിക്കറ്റ് വിട്ട് ഞാൻ എങ്ങനെ ഓർമ്മയിൽ എടുക്കാനാണ്? നമുക്ക് കാശ് തരാനുള്ള പോലും ഓർക്കാനുള്ള അത്ര മെമ്മറി ഇല്ല. വളരെ മെമ്മറി ലോസ് ഉള്ള ഒരാളാണ് ഞാൻ. അടിച്ചത് ആരെങ്കിലും. എങ്ങനെയാണ് ചേട്ടന്റെ കയ്യിലേക്ക് ഇത് ഭഗവതിയിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ് ഞാനിത്. കാരണം എറണാകുളം ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിലും റേറ്റ് കുറച്ച് ഭഗവതിയിൽ നിന്ന് തന്നെ. കാരണം ഭഗവതിയിൽ നിന്ന് എടുത്താൽ അപ്പം എന്നോട് പറഞ്ഞ് 50 ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇത്ര രൂപ റേറ്റിന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എറണാകുളത്ത് ഓഫീസിൽ നിന്ന് കിട്ടണമെങ്കിലും റേറ്റ് കുറവായത് കാരണം പിന്നെ എല്ലാ ജില്ലയുടെ ടിക്കറ്റും അവിടെ കിട്ടും. എറണാകുളം ഓഫീസിൽ നിന്നാകുമ്പോൾ എറണാകുളത്തെ ടിക്കറ്റ് മാത്രമേ കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ കൊല്ലത്തെ ടിക്കറ്റ് വിറ്റ്, ആലപ്പുഴ വിറ്റ്, തൃശ്ശൂർ വിറ്റ്, മലപ്പുറം വിറ്റ്, ഇടുക്കി വിറ്റ്, ഏകദേശം 14 ജില്ലയിൽ 12 ജില്ലയിൽ ഞാനിവിടെ വിറ്റ്. അത് ഭഗവതിയിൽ നിന്ന് എടുത്ത കാരണമാണ് എല്ലാ ജില്ലയിലും ടിക്കറ്റ് വിൽക്കാൻ പറ്റിയത്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് 80 ബുക്കോളം ഞാൻ എടുത്ത്. ഹോൾസെയിലായിട്ടാണോ അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ടാണോ? ഹോൾസെയിലായിട്ടും പോയിട്ടുണ്ട്, റീറ്റെയിലായിട്ടും പോയിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് കുറച്ചേ പോയിട്ടുള്ളൂ, എന്നാലും റീറ്റെയിലായിട്ടും പോയി. കൂടുതൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നത് അടുത്തുള്ളവർ തന്നെയാണോ അതോ എങ്ങനെയുള്ള? എൻ്റെ ഫ്രണ്ട്സാണ് ഭൂരിഭാഗം എടുക്കണം. പിന്നെ ബമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് വന്ന് എടുക്കുമല്ലോ. ആരൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ ആരൊക്കെയാണെന്നുള്ളത്. ഹോൾസെയിലായിട്ട് തന്നെ ബമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ഹോൾസെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 10-20 ബുക്ക് ഹോൾസെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആർക്കാണെന്ന് അറിയില്ല. ആർക്കായാലും എന്തായാലും നമുക്ക് കൂടി വാഴ തന്നെയുമ്പോൾ ചീരയും തന്നെയും അത്ര തന്നെ. ചേട്ടന് ഏകദേശം എത്ര രൂപ കിട്ടാൻ സാധ്യതയുണ്ടാവും? ഏത് ചേട്ടന് ഏകദേശം എത്ര കിട്ടാൻ സാധ്യതയുണ്ടാവും? എനിക്കറിയില്ല ഇതിനെപ്പറ്റി. ഞാൻ TV-യിലും ചാനലിൽ ഇന്നലെയൊക്കെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന് ലോട്ടറി അടിച്ച കണക്ക് എടുക്കണ ആൾക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞു വേണപ്പോൾ എനിക്ക് വിൽക്കണ ആൾക്ക് 2.5 കോടി കിട്ടുമെന്നും പറഞ്ഞ് അതിൽ കൂടെ വന്നുള്ള അറിവല്ലാണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയൊന്നുമില്ല. ആദ്യത്തെ ലോട്ടറി അടിച്ചപ്പോൾ എനിക്ക് 11,78,000 രൂപ എനിക്ക് കിട്ടി. 1 കോടിയുടെ പ്രസ് അടിച്ച് അതെനിക്ക് കിട്ടി. അപ്പോൾ ഇത് 25 ആകുമ്പോൾ അതിൻ്റെ ഇപ്പം 10% കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞു. ഇല്ല, ഞാൻ ടിക്കറ്റ് എടുക്കാത്ത ഒരാൾ കൂടിയാണ്. ടിക്കറ്റ് എടുക്കാത്ത ഒരാളാണ്. ഞാൻ എടുത്തിട്ടുണ്ട് ഇതുവരെ ടിക്കറ്റ്. ഞാൻ ബമ്പർ പോലും എടുത്തിട്ടില്ല. കയ്യിൽ ഇത്രയും കോടികൾ വന്ന് മറിഞ്ഞിട്ട് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഈ ബമ്പർ ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോലും എടുക്കാൻ സാധിച്ചില്ല. കാരണം കിട്ടിയില്ല. 11:30 മണിയായപ്പോൾ 3 എണ്ണം ഉണ്ടായത് ഒരാൾ എടുത്തിട്ട് പോയി. അതെ, കാരണം കിട്ടിയില്ല. ഇപ്പൊ ഇവിടെ വിറ്റ സമയത്ത് കടയിൽ നിന്ന് തന്നെ ആയിരിക്കും വിറ്റിട്ടുണ്ടാവും? കടയിൽ നിന്ന് തന്നെ വിറ്റാണ്. ഇത് കടയിൽ നിന്ന് തന്നെ വിറ്റാണ്. പരിസരത്തെ CCTV ഏതെങ്കിലും പരിശോധിച്ചാൽ ആളെ കിട്ടാൻ സാധ്യത ഉണ്ടാവും? ഒന്നും കിട്ടാൻ സാധ്യതയില്ല. വന്ന് ഒരുപാട് എടുത്തിട്ടുണ്ടോ നമ്പറൊക്കെ നമുക്ക് എങ്ങനെ കിട്ടാനാണ്? എടുത്ത ആള് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അറിയാല്ല. എടുത്ത ആളെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരൊന്നും പുറത്ത് പറയല്ല. കാരണം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂല. ചാനലുകാരെ കൊണ്ടും പിരിവുകാരെ കൊണ്ടും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂല. ആരും കുറ്റമായിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ കിട്ടിയ കാശ് എന്ത് ചെയ്യുമെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് എല്ലാവരും നിൽക്കുന്നത്. എനിക്ക് കാശ് കിട്ടിയിട്ട് പോലുമില്ല കയ്യിലേക്ക്. കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. അതെന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നിൽക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ഇതിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് അവരാർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ വാങ്ങുക എന്ന നയത്തിലേക്ക് എത്തിച്ചേരണം. എന്നാലേ ലോട്ടറി അടിച്ചവര് അല്ല ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അവന് കിട്ടി അവൻ മറ്റേത് ചെയ്യും മറിച്ച് ചെയ്യും പിരിവുകാരുടെ ശല്യം. അതുകൊണ്ടാണ് ആൾക്കാർ പേടിച്ചിട്ട് പറയാത്തവർ. ആരുടെയും കുറ്റമല്ലത്, അതാരും പറയാത്ത കാര്യം. ഇപ്പം എന്നോടും പറയാൻ പോണില്ല. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 25 കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കിടത്തി ഉറക്കും, അവൻ ആരും കിടത്തി ഉറക്കും. അപ്പം അതാരുടെയും കുറ്റമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. കാരണം ചേട്ടൻ തന്നെ ഇപ്പം പല മീഡിയനോടും പ്രതികരിക്കുമ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ആരായാലും
അവനെ ആരും അറിയാതെ പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. കാരണം അവനെ അറിയിക്കണം, അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അല്ലെങ്കിൽ 25 ലക്ഷം രൂപ കിട്ടി ചിലപ്പോൾ അവൻ ചത്തുപോകും 2 ദിവസത്തിനുള്ളിൽ. അവൻ ഈ കാശ് കിട്ടിയ സന്തോഷത്തിൽ കൂടുതലല്ല ആൾക്കാരുടെ അടുത്തുള്ള പറച്ചിലും സമാധാനം പറഞ്ഞ് അവൻ ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് അവന്റെ കാശ് അവന്റെ ഭാഗ്യം കൊണ്ട് കിട്ടി, അവന്റെ കഴിവ് കൊണ്ടും കിട്ടി. അപ്പൊ അത് അവൻ മാത്രമല്ല, അത് അവന്റെ സ്വകാര്യമാണ്. അതങ്ങനെ നിൽക്കട്ടെ. സർക്കാരിന് കിട്ടാനുള്ള ടാക്സ് എങ്ങനെയായാലും കിട്ടൂലേ, പിന്നെ അത് സർക്കാർ അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ റൂമറൊക്കെ അടിച്ചിറങ്ങുന്നുണ്ടോ, ഇയാൾക്കാരിക്കും അടിച്ചത് അയാൾക്കാരിക്കും അടിച്ചത്? അത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞതാണ്. എനിക്കറിയാൻ പറ്റും, കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് പറയുമല്ലോ. അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അറിഞ്ഞില്ലേലും ഇപ്പൊ അവന്റെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല. എനിക്കത് വേണ്ട. ന്യായമായുള്ളൊരു കാശ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാനതിന് ഇനി അവരുടെ കയ്യിൽ നിന്ന് കൂടി അതൊന്നും വേണ്ട കാര്യമില്ല. ഇപ്പൊ ചേട്ടൻ മറ്റുണ്ടായിരുന്നു ചിലരെ കാണിച്ചിട്ട് ഇയാൾക്ക് 1 കോടി അടിച്ചു, മറ്റു 1 കോടി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാള് ബലിയാടാക്കിയിരുന്നു മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാളെ ബലിയാടാക്കി. അയാള് 3 മാസം പുള്ളി ഉറക്കമില്ലാതെ നടക്കണേ. അയാൾക്ക് കടമുണ്ടായിരുന്ന എല്ലാവരും അയാളെ പിന്തുടർന്ന് എല്ലാവരും വിളിച്ചോണ്ടിരിക്കണേ. ഗൾഫിലുള്ളവർ വരെ വിളിച്ചോണ്ടിരിക്കണേ പുള്ളിയുടെ കടം. ഉപേക്ഷിച്ച കടങ്ങൾ വരെ ആൾക്കാർ ചോദിച്ചില്ല. പറഞ്ഞിറക്കിയതായിരുന്നോ? അടിച്ച ആള് പറഞ്ഞതാണ് ഇന്ന ആൾക്ക് അടിച്ചേക്കണെന്ന് പറഞ്ഞ. കാരണം 14 ലാസ്റ്റ് അടിച്ചത്. ആ 14 വീണ ആള് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഏത് നമ്പറിനായിരുന്നു ഈ നമ്പർ? എനിക്ക് ഈ വീണ നമ്പർ പോലും എനിക്കറിയില്ല. എന്നോട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഭഗവതിന്ന് എന്നെ വിളിച്ചു പറയണേ, ലതീഷ് വിറ്റ ടിക്കറ്റാണ്. അത് വന്നല്ലാണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് സംസാരം. ആ സീരീസിലുള്ളവർക്കും പ്രൈസ് ഇല്ലേ? ആ സീരീസിലുള്ളവർക്കും പ്രൈസ് കിട്ടില്ലേ? ആ സീരീസിലുള്ള എല്ലാവർക്കും കിട്ടുമല്ലോ. 10 സീരീസിലുള്ള എല്ലാവർക്കും 1 ലക്ഷം രൂപ വെച്ചുകൊണ്ട് പ്രോത്സാഹനം. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാരും വന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് സംസാരിക്കും. ഒരുപാട് പേര് ഫേമസ് ആയല്ലേ? ഫേമസ് ആയി. ഞാൻ പറഞ്ഞില്ലേ, ചത്താ മാത്രം പടം വരാവുന്ന എന്റെ പടം ഇപ്പൊ കേരളം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കണം. അല്ലാതെ എന്റെ പടം എവിടെ വരാനാ? ചത്താ മാത്രം പത്രത്തിൽ വരും. പത്രത്തിൽ വന്നാ പറയാൻ വന്നു. ഇപ്പൊ ഞാൻ ഫേമസ് ആയില്ല, ഇത്രയും ഫേമസ് ആയി. എന്റെ ബന്ധുക്കാർ മുഴുവൻ വിളിയോട് വിളിയാൻ. ലതീഷ ടിവിയിൽ മുഴുവൻ ലതീഷാണല്ലോ. അതിൽ ഞാൻ സന്തോഷമാണ്. ഇപ്പൊ ലതീഷായിരുന്നു ടിക്കറ്റ് എടുത്തവരും ടിക്കറ്റ് അന്വേഷിച്ച് നടക്കായിരിക്കും. അടിച്ചറ കുട്ടാ. നല്ലൊരു ബഹുമാനവും. ഓക്കെ, താങ്ക് യു. ആ പുള്ളി അത് ഈ വ്യവസായം ഇതൊക്കെ 1 കോടി അടിച്ചതാണ്. വലിയ ഭാവമില്ല, അതുകൊണ്ട് അല്ലേ. പല ഘട്ടങ്ങളിലും നഷ്ടങ്ങളും ദുരിതങ്ങളും ഇവിടെ വന്നെങ്കിലും നമ്മുടെ ചേർത്തല ഇപ്പൊ ആലപ്പുഴ പാലക്കാട് ആ റേഞ്ചിലേക്കാണ് പോണത്. ഇവിടെ ഈ എറണാകുളം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും അഭിമുഖിക്കാവുന്നൊരു കാര്യം. രണ്ടാമത്, ഈ മനുഷ്യൻ ആരെയും ചതിച്ചോ പറ്റിച്ചില്ല. പുള്ളിക്ക് ദൈവം അനുഗ്രഹിച്ചൊരു ഇത് കൊടുത്തു. ഇത് ആർക്ക് കിട്ടിയാലും ആ കുടുംബം നല്ലൊരു രീതിയിൽ പാവപ്പെട്ടവർ കിട്ടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. എടുക്കാറുണ്ട്. ഈ ഇന്നലെ ഞാൻ പുള്ളിക്ക് 1500 രൂപയോളം മിച്ചം വന്നു, ചെറിയ 50ന്റെ. അപ്പോഴും പുള്ളി അത് ധാരണം ചെയ്തതാണ്. അപ്പൊ അത് കിട്ടിയാൽ സന്തോഷം. മുമ്പും ഇവിടുത്തെ എടുക്കാറുണ്ട്. ലോട്ടറിക്ക് പ്രൈസ് വീണിട്ടുണ്ട്. 1 കോടി വീണിട്ടുള്ള പുള്ളി. അങ്ങനത്തെ ഒരു പിന്നെ ആ ചതിവ് വഞ്ചന എന്ന് പറഞ്ഞ പുള്ളിക്ക് ഇല്ല. ചേട്ടൻ പറയുന്നത് നെട്ടൂർ തന്നെ ആയിരിക്കും ഇത് അടിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്? ഞങ്ങൾ നെട്ടൂർ കണ്ടല്ലോ. ഇവിടെ വിറ്റ ടിക്കറ്റ് അല്ലേ. അപ്പൊ പിന്നെ നമുക്കത് ബോധ്യമായി. ഇതിപ്പോ ഇവിടെ ഇപ്പൊ പുറത്തുള്ള ആളുകൾ ഉണ്ടല്ലോ, ഇനി പുറത്തെങ്ങാനും ടിക്കറ്റ് പോകാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇവിടെയുള്ള ആരും എടുത്തിട്ട് പോയതാ ഈ തട്ടയിട്ട് വിറ്റ ടിക്കറ്റ്. ഇപ്പൊ വേറെ ഇതുള്ള പറയാൻ നമുക്കറിയത്തില്ല. നമ്മളൊരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനാണ്. അതുപോലെ ഒരാൾക്കാർക്ക് കിട്ടട്ടെ എന്നുള്ള ഈശ്വരനോടുള്ള ഒരു കടപ്പാട്. ഓക്കെ. എല്ലാരും അന്വേഷിക്കുന്നുണ്ടോ നാട്ടുകാരൊക്കെ? അവൻ തിരക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പുള്ളി ചെയ്യുന്ന പ്രവൃത്തിയുടേതാണ്, ഓരോരുത്തർ ചെയ്യുന്നില്ല. ഇതൊരു ഭാഗ്യക്കുറിയെന്നാണ് ഇതിൻ്റെ പേര്. ഇതിപ്പോ നമ്മുടെ സർക്കാർ തന്നെയാണെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ ഇതിനകത്ത് അരിമേടിക്കുന്നുണ്ട് കുറേ കുടുംബങ്ങൾ. അപ്പൊ പലവരും പറയാറുണ്ട് ഇങ്ങനെ നമ്മുടെ മന്ത്രിയെ കുറിച്ചുമൊക്കെ. അത് തെറ്റാണ്. എത്ര കുടുംബങ്ങൾ കഴിയണമെന്നറിയാമല്ലോ, അവിടെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അത് തെറ്റായ പ്രവണതയാണ്. അപ്പൊ എത്ര കുടുംബങ്ങളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്? അടിക്കണവർക്ക് അടിക്കും അല്ലേ, കിട്ടാത്തവർക്ക് കിട്ടില്ല. അത്രയും ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ 5 എണ്ണം എടുത്ത്. 5 എണ്ണം ഒന്നുമില്ല. അത് സന്തോഷമില്ല, വിഷമില്ല, കൂടുതൽ സന്തോഷമാണ്. ഒരു വേറൊരു കുടുംബം രക്ഷപ്പെട്ടല്ലേ. അവര് നമ്മളെ വന്ന് ബുദ്ധിമുട്ടിക്കാനല്ലോ. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെയല്ല. ലോട്ടറി കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും പറയണത് ലോട്ടറി തട്ടിപ്പാണ്, മദ്യം വിറ്റിട്ടാണ്, മറ്റതാണ്. നമ്മുടെ സർക്കാർ അല്ല, നമ്മുടെ സർക്കാരുകളല്ല, നമുക്ക് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ഏജൻസികൾ ഇത് വിൽക്കുന്ന അതിലും ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കുടുംബം കൊണ്ട് കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ 1500 രൂപയുടെ പണി എടുത്തിട്ടും തന്നെ ഇത് എനിക്ക് അടിക്കണേ തന്നെയല്ല, അരുവിൽ അരി മേടിക്കണം, അത്രയും. ഓക്കെ.